പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുളിക്കാച്ചിറയിലാണ്. നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ ജലജീവൻ മിഷൻ്റെ 3 കുടിവെള്ള ടാങ്കുകളുണ്ട്. കീഴാറ്റുകുന്ന്, കാളിമല, അതുപോലെ പുളിക്കാച്ചിറ. അപ്പോൾ ഞാൻ നിൽക്കുന്ന പുളിക്കാച്ചിറയിലാണ്. അപ്പോൾ ഇതിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിതിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ജലജീവൻ പദ്ധതിയുടെ ആദ്യത്തെ ടാങ്ക് പണി തീർന്നത് കീഴാറ്റുകുന്നമ്പുറത്താണ്. അതിനുശേഷം രണ്ടാമത്തെ ടാങ്ക് കാളിമലയിലും പൂർത്തിയായി. ഏറ്റവും അവസാനമാണ് ഈ പുളിക്കാച്ചിറയിലെ ടാങ്കിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പം ഇത് ടാങ്കിൻ്റെ പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ ചെന്നു. ടാങ്കിൻ്റെ പണികളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പുതുപ്പള്ളി പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത്. ഈ 3 ടാങ്കും പുതുപ്പള്ളിക്ക് അനുയോജ്യമായ സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ടാങ്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ഥലമെടുപ്പും ഇതിൻ്റെ ഇവിടുത്തെ പാറപ്പൊട്ടിയിലും ഒക്കെ ആയിട്ട് ഇത് നീണ്ടുപോവുകയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വെള്ളം പമ്പ് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ 2025ആണിത്. അപ്പോൾ ഈ വർഷം അവസാനത്തോടു കൂടി കുടിവെള്ളം കൊടുക്കുമെന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പം ജലജീവൻ്റെ കുറച്ച് വഴികളും കൂടെ വെട്ടിപ്പൊട്ടിക്കാനുണ്ട്. കാരണം പലയിടത്തും ചെറിയ സ്ഥലങ്ങളിലൊന്നും ഇതുവരെ പൈപ്പിടിയിൽ ഒന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ അവർ പണി നിർത്തി വച്ചിരിക്കുകയാണ്. അപ്പം വൈസ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു അവരുമായിട്ട് പഞ്ചായത്തിൻ്റെ അധികാരികളും ഈ ജലജീവൻ്റെ അധികാരികളൊക്കെ ആയിട്ടൊരു സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇതിൻ്റെ വിശദവിവരം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇതാണ് പുളിക്കാച്ചിറയിലെ കുടിവെള്ള ടാങ്ക്. ഇത് പാറയ്ക്കാമല എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും തോട്ടക്കാട്ട് നിന്ന് മീനിടത്തിന് പോകുന്നൊരു വഴിയുണ്ട്, അതിലെ കയറി വരുന്നിടത്താണ്. എനിക്ക് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനോട് ഒന്നേ പറയാനുള്ളൂ, വേനൽ കടുക്കുകയാണ്, അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുക.